Greetings to all. I am Pranav Baburaj. In this video, we will be discussing about QBID, Qualified Business Income Deduction. So this is the last deduction in 1040. 1040 ഏറ്റവും അവസാനത്തെ deduction ആണ് Qualified Business Income Deduction. എന്തായിരുന്നു deduction? Deductions are those items which reduces income. ഇൻകത്തിനെ റെഡ്യൂസ് ചെയ്യുന്ന ഐറ്റങ്ങളെയായിരുന്നു നമ്മൾ എന്ത് പറഞ്ഞത് ഡിഡക്ഷൻസ് എന്ന് പറഞ്ഞത്. ടാക്സിനെ കുറയ്ക്കുന്ന ഐറ്റങ്ങൾ എന്താ പറയുന്നത്? ക്രെഡിറ്റ്സ് അല്ലേ? ടാക്സിനെ കുറയ്ക്കുന്ന ഐറ്റങ്ങളെ ക്രെഡിറ്റ്സ് എന്നും ഇൻകത്തിനെ കുറയ്ക്കുന്ന ഐറ്റങ്ങളെ ഡിഡക്ഷൻസ് എന്നാണ് നമ്മൾ പറഞ്ഞത്. സോ ഡിഡക്ഷൻസിലെ ഏറ്റവും അവസാനത്തെ ഡിഡക്ഷൻസ് ആണ് QBID, ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം ഡിഡക്ഷൻ. അല്ലാതെ കിട്ടുന്ന ഡിഡക്ഷൻസ് ഏതൊക്കെയാണ്? സെക്ഷൻ 62 അഡ്ജസ്റ്റ്മെന്റ്, then we have standard deduction or itemized deduction. അതിനുശേഷം നമ്മൾ കുറയ്ക്കുന്ന എന്താ? QBID, qualified business income deduction അല്ലേ? So this is the last deduction a person will get in his 1040. Okay, as we discussed in last class, entity കുറിച്ച് നമ്മൾ സംസാരിച്ചപ്പോൾ business entities നെ കുറിച്ച് സംസാരിച്ചപ്പോൾ we said there are two types of entity, pass through entity and non pass through entity. Pass through entities are those entities who does not have to pay taxes at entity level, പക്ഷേ അവരുടെ ഓണേഴ്സ് ആയിരിക്കും അവർക്ക് വേണ്ടി ടാക്സ് അടയ്ക്കേണ്ടി വരിക. സോ ഇഫ് യു വാണ്ട് ടു ലേൺ മോർ അബൌട്ട് ദിസ് ബിസിനസ് എൻറ്റിറ്റി എന്ന് പറഞ്ഞൊരു വീഡിയോ ഇതിലുണ്ട്. ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. യു വിൽ ഗെറ്റ് മോർ അണ്ടർസ്റ്റാൻഡിംഗ് അബൌട്ട് വാട്ട് ഈസ് പാസ് ത്രൂ എൻറ്റിറ്റി ആൻഡ് നോൺ പാസ് ത്രൂ എൻറ്റിറ്റി. ആൻഡ് നോൺ പാസ് ത്രൂ എൻറ്റിറ്റീസ് ആർ ദോസ് എൻറ്റിറ്റീസ് ഹു ഹാസ് ടു പേ ടാക്സസ് അറ്റ് എൻറ്റിറ്റി ലെവൽ. അതിനുശേഷം അവരുടെ ഇൻകം ഇൻഡിവിജ്വൽസിലേക്ക് കൊടുക്കുമ്പോൾ ഇൻഡിവിജ്വൽസും ടാക്സ് അടയ്ക്കേണ്ടി വരും. സോ നോൺ പാസ് ത്രൂ എൻറ്റിറ്റീസിന് എക്സാമ്പിൾസ് സോൾ പ്രൊപ്രൈറ്റർഷിപ്പ്, പാർട്ട്ണർഷിപ്പ്, അതൊക്കെയാണ്. പിന്നെ എസ് കോർപ്പറേഷൻസ്. പിന്നെ നോൺ പാസ് ത്രൂ എൻറ്റിറ്റീസിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത് സി കോർപ്പറേഷൻസ് ആണ്. സോ ഇഫ് യു വാണ്ട് ടു ലേൺ മോർ അബൌട്ട് ദിസ്, ഗോ ടു ബിസിനസ് എൻറ്റിറ്റീസ് വീഡിയോ. ബിസിനസ് എൻറ്റിറ്റി എന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് ഏതൊക്കെയാണ് ബിസിനസ് എൻറ്റിറ്റി നമ്മൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. സോ പ്ലീസ് വാച്ച് ദാറ്റ് വീഡിയോ. ബിഫോർ ഗോയിങ് ഫർദർ ആ വീഡിയോ ഒന്ന് വാച്ച് ചെയ്തിട്ട് വരിക. മക്കളെ, TCJA, ടാക്സ് കട്ട്സ് ആൻഡ് ജോബ് ആക്ട്സിന് ശേഷം കോർപ്പറേറ്റ് ടാക്സിനെ 21% ഒറ്റയടിക്ക് കുറച്ചു. അതായത് 21% ആക്കി വളരെ ഒരു മിനിമൽ ടാക്സ് റേറ്റിലേക്ക് കോർപ്പറേറ്റിനെ മാറ്റി. കോർപ്പറേറ്റിനെ മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവർ വന്നു. പാർട്ട്ണർഷിപ്പിൻ്റെ ആൾക്കാർ വന്നു, സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെ ആൾക്കാർ വന്നു, അതേപോലെ തന്നെ എസ് കോർപ്പറേഷൻ്റെ ആൾക്കാർ വന്നു. ഇതെന്താ അവർക്ക് മാത്രം 21%? ഞങ്ങളിപ്പോഴും ഞങ്ങളുടെ ഇൻകത്തിന് ഞങ്ങളുടെ ഓണേഴ്സ് 0 to 37% ടാക്സ് അടയ്ക്കണം, അവരുടെ ഇൻകത്തിന് 21% വരുന്നുള്ളൂ എന്ന് പറഞ്ഞ് വിഷയം ഉണ്ടാക്കി. അപ്പോൾ എന്ത് ചെയ്തു? They introduced something called as QBID, Qualified Business Income Deduction. So Qualified Business Income Deduction എന്ന് പറയുന്നത് സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ നിന്നോ പാർട്ട്ണർഷിപ്പിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ എസ് കോർപ്പറേഷനിൽ നിന്നോ ഒരു വ്യക്തിക്ക് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ 20% അവർക്ക് QBID, ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം ഡിഡക്ഷൻ ആയിട്ട് കാണിക്കാനായിട്ട് പറ്റും. അതായത് ഡിഡക്ഷൻ ആയിട്ട് കാണിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തിക്ക് പാർട്ട്ണർഷിപ്പിൽ നിന്ന് 1,00,000 രൂപ വരുന്നു എന്ന് വിചാരിക്കുക. 1,00,000 രൂപ വരുമാനം, രൂപയല്ല ഡോളേഴ്സ് വരുമാനം വരുന്നു എന്ന് വിചാരിക്കുക. ഇഫ് ഹി ഈസ് എലിജിബിൾ ഫോർ QBID, ആ 1,00,000-ലെ 20%, ദാറ്റ് ഈസ് 20,000 അയാൾക്ക് ഡിഡക്ഷൻ ആയിട്ട് കാണിക്കാനായിട്ട് സാധിക്കും. ബാക്കിയുള്ള എമൗണ്ട് മാത്രമേ ടാക്സബിൾ ഇൻകം ആയിട്ട് മാറുന്നുള്ളൂ. സോ ദാറ്റ് ഈസ് QBID. QBID as per section 199 of IRC, it will allow owners of sole proprietorship, S corporation and partnership to reduce അല്ലെങ്കിൽ to deduct 20% of their qualified business income received. Qualified business income എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാർട്ട്ണർഷിപ്പിൽ നിന്ന് റിസീവ് ചെയ്ത ഇൻകം, അല്ലെങ്കിൽ എസ് കോർപ്പറേഷനിൽ നിന്ന് റിസീവ് ചെയ്ത ബിസിനസ് ഇൻകം, അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് എസ് കോർപ്പറേഷനിൽ നിന്ന് റിസീവ് ചെയ്ത സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ നിന്ന് റിസീവ് ചെയ്ത ബിസിനസ് ഇൻകം, ഇതിന്റെ 20% എന്തായിട്ട് കാണിക്കാം? ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം ഡിഡക്ഷൻ ആയിട്ട് കാണിക്കാൻ പറ്റും. ഇത്രയും നേരം വാദോരാതെ നമ്മൾ എന്ത് സംസാരിച്ചു? QBID, ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം ഡിഡക്ഷനെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരുന്നു അല്ലേ? എന്താണ് ഈ ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം ഡിഡക്ഷൻ? ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം ഡിഡക്ഷൻ ഇസ് എ ഡിഡക്ഷൻ അലൗഡ് ഓൺ യുവർ ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം. ക്വാളിഫൈഡ് ബിസിനസ് ഇൻകത്തിന്റെ 20% ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം ഡിഡക്ഷൻ എന്നുള്ളത്. എന്താണ് ഈ ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം? നിങ്ങളൊരു സോൾ പ്രൊപ്രൈറ്റർ ആണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളൊരു എസ് കോർപ്പറേഷന്റെ ഷെയർ ഹോൾഡർ ആണെങ്കിൽ, അല്ലെങ്കിൽ ഒരു പാർട്ട്ണർഷിപ്പിലെ പാർട്ട്ണർ ആണെങ്കിൽ, അതിൽ നിന്ന് വരുന്ന ബിസിനസ് ഇൻകത്തിന്റെ 20% നിങ്ങൾക്ക് QBID ആയിട്ട് കിട്ടും. സോ അതിൽ നിന്ന് വരുന്ന ബിസിനസ് ഇൻകം ആണ് എന്ത്? ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം എന്ന് പറയുന്നത്. ഓർഡിനറി ബിസിനസ് ഇൻകം ലെസ് ഓർഡിനറി ബിസിനസ് ഡിഡക്ഷൻസ് earned from a sole proprietorship, S corporation or limited liability company or partnership connected to a business conducted within US. അതായത് US-ൽ നിങ്ങൾ നടത്തുന്ന ഒരു പാർട്ട്ണർഷിപ്പോ അല്ലെങ്കിൽ US-ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു പാർട്ട്ണർഷിപ്പോ,
സോൾ പ്രൊപ്രൈറ്റർഷിപ്പോ എസ് കോർപ്പറേഷനോ LLC എലക്റ്റീവ് എൻറ്റിറ്റീസ് നമ്മൾ പഠിച്ചിട്ടില്ലേ LLC ആണ്. അതിൽ നിന്ന് വരുന്ന ബിസിനസ് ഇൻകം ലെസ് ബിസിനസ് ഡിഡക്ഷൻ, അലൗഡ് ബിസിനസ് ഡിഡക്ഷൻ, നിങ്ങൾക്ക് ഒരു ഇൻകം ഉണ്ടായിരിക്കും അല്ലേ, ആ ഇൻകത്തിന്റെ 20% എന്ത് ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം ഡിഡക്ഷൻ എന്ന് പറയുന്നത്. QBI does not includes wages earned as employees or guaranteed payment to partners. So QBI ഒരിക്കലും QBIയിൽ സാലറീസ്, അതായത് നിങ്ങൾ ഒരു പാർട്ട്ണർഷിപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ തന്നെ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പിലെ പാർട്ട്ണർ ആയിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ വർക്ക് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ വർക്ക് ചെയ്യുകയാണെങ്കിൽ യു വിൽ ബി ഗെറ്റിംഗ് സർട്ടൺ ഗ്യാരണ്ടീഡ് പേയ്മെന്റ്സ് അല്ലെങ്കിൽ വേജസ് കിട്ടാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ കിട്ടുന്ന വേജസോ ഗ്യാരണ്ടീഡ് പേയ്മെന്റ്സോ ഒന്നും നമുക്ക് QBI ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. പിന്നെ അങ്ങനെ റിസീവ് ചെയ്യുന്ന ഡിവിഡൻസ്, ഇൻട്രസ്റ്റ്, then long term and short term capital gains, ഇതൊന്നും QBIയിൽ ഇൻക്ലൂഡ് ആവില്ല. QBIയിൽ ആകെ ഇൻക്ലൂഡ് ആവുന്നത് ഓർഡിനറി നിങ്ങളുടെ ബിസിനസ്സിൽ നിന്നുള്ള നിങ്ങളുടെ ഇൻകം. നിങ്ങളൊരു പാർട്ട്ണർഷിപ്പ് നടത്തുന്നുണ്ടെന്ന് വിചാരിക്കുക, ആ പാർട്ട്ണർഷിപ്പിൽ നിന്ന് നിങ്ങളുടെ ഷെയർ ഓഫ് പ്രോഫിറ്റ്, ഒരു എസ് കോർപ്പറേഷൻ അവിടെ നിങ്ങളുടെ പ്രോഫിറ്റ്, അതേപോലെ തന്നെ ഒരു എസ് കോർപ്പറേഷൻ അവിടെ ഷെയർ ഓഫ് യുവർ ഇൻകം, ആ ഇൻകത്തിന് മാത്രമാണ് എന്ത് കിട്ടുകയുള്ളൂ, QBID കിട്ടുകയുള്ളൂ. അതിന് വേജസിന് കിട്ടില്ല QBID, ഗ്യാരണ്ടീഡ് പേയ്മെന്റ്സിന് കിട്ടില്ല, ഡിവിഡൻസിന് കിട്ടില്ല, ഇൻട്രസ്റ്റ് കിട്ടില്ല, ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ക്യാപിറ്റൽ ഗെയിൻ ഒന്നും കിട്ടില്ല. ആകെ കിട്ടുന്ന എന്തിനാണ്, ബിസിനസ്സിൽ നിന്നുള്ള ബിസിനസ് വരുമാനത്തിന്റെ 20% QBID. സോ ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം മീൻസ് the business income less ordinary expenses received from sole proprietorship, S corporation, limited liability company or partnership. So QBID ഇത്രയും നേരം ഞാൻ പറഞ്ഞ പോലെ തന്നെ ബിസിനസ്സിൽ നിന്ന്, സോൾ പ്രൊപ്രൈറ്റർഷിപ്പിൽ നിന്നോ എസ് കോർപ്പറേഷനിൽ നിന്നോ പാർട്ട്ണർഷിപ്പിൽ നിന്നോ അല്ലെങ്കിൽ എലക്റ്റഡ് എൻറ്റിറ്റീസ് ആയിട്ടുള്ള LLCയിൽ നിന്നോ നിങ്ങൾക്ക് കിട്ടുന്ന വരുമാനത്തിന്റെ 20% നിങ്ങൾക്ക് എന്തായിട്ട് കാണിക്കാൻ പറ്റും, ബിസിനസ് ഇൻകം ഡിഡക്ഷൻ, ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം ഡിഡക്ഷൻ ആയിട്ട് കാണിക്കാൻ പറ്റും. സോ മക്കളെ, നമ്മൾ നേരത്തെ പറഞ്ഞു ഇറ്റ് ഈസ് ദ ലാസ്റ്റ് deduction a person will get in 1040 അല്ലേ. So where we will start, gross income minus section 62 adjustments or adjustment, section 62 adjustment or otherwise known as above the line deduction. You will be getting your adjusted gross income AGI minus standard deduction or itemized deduction whichever is higher minus QBID. You will be getting your taxable income, right? So ഏറ്റവും അവസാനത്തെ ഡിഡക്ഷൻ എന്താ, QBID, ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം ഡിഡക്ഷൻ. സോ ഈ ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം ഡിഡക്ഷൻ എന്താ, നമ്മുടെ ടാക്സ് പേയർ ഒരു സോൾ പ്രൊപ്രൈറ്റർ ആണ്, അല്ലെങ്കിൽ പുള്ളിക്ക് ഒരു എസ് കോർപ്പറേഷനിൽ ഷെയർ ഉണ്ട്, അല്ലെങ്കിൽ പുള്ളിക്ക് ഒരു LLC ഉണ്ട്, അല്ലെങ്കിൽ പുള്ളി ഒരു പാർട്ട്ണർഷിപ്പിലെ പാർട്ട്ണറാണ്. അങ്ങനെയെങ്കിൽ അതിൽ നിന്ന് വരുന്ന ബിസിനസ് ഇൻകം, ഫോർ എക്സാമ്പിൾ ബിസിനസ് ഇൻകം 10,000 ആണെങ്കിൽ ആ 10,000 20%, that is 2,000 അയാൾക്ക് എന്ത് കിട്ടും, he will be getting as qualified business income deduction to reduce his income. സോ ആ ഇൻകം റെഡ്യൂസ് ചെയ്യാനായിട്ട് നമുക്ക് കിട്ടുന്ന ഏറ്റവും അവസാനത്തെ ഡിഡക്ഷൻ ആണ് എന്ത്, QBID. Who can claim QBID? ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം ഡിഡക്ഷൻ കിട്ടുന്നത് ആർക്കൊക്കെയാണ്? ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം ഡിഡക്ഷൻ കിട്ടുന്നത് ഒന്നുകിൽ നിങ്ങൾ ഒരു ക്വാളിഫൈഡ് ട്രേഡ് ഓർ ബിസിനസ് നടത്തുന്ന ഒരു വ്യക്തിയായിരിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു പാർട്ട്ണർഷിപ്പിൽ അംഗമായിരിക്കണം, അല്ലെങ്കിൽ എസ് കോർപ്പറേഷൻ്റെ ഭാഗമായിരിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ ഒരു സ്പെസിഫൈഡ് ട്രേഡ് ഓർ ബിസിനസ് നടത്തുന്ന, അതായത് ഒരു QTBയുടെ അംഗമാണെങ്കിലോ അല്ലെങ്കിൽ SSTPയുടെ അംഗമാണെങ്കിലോ മാത്രമാണ് നമുക്ക് QBID, ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം ഡിഡക്ഷൻ കിട്ടുകയുള്ളൂ. എന്താണ് ഈ QTB, ക്വാളിഫൈഡ് ട്രേഡ് ഓർ ബിസിനസ്, SSTB, specified service trade or business എന്ന് നമുക്ക് പഠിക്കാം. So SSTB means specified service trade or business where the main asset in that particular business is skill or reputation of the owner or employees. അതായത് SSTB എന്ന് പറയുന്നത് specified service trade or business means ഒരു ബിസിനസ് നമ്മൾ നടത്തുന്നുണ്ട്, ആ ബിസിനസ്സിലെ മെയിൻ നമ്മുടെ അസറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ഗുഡ് വില്ല് അല്ലെങ്കിൽ നമ്മുടെ റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ നമ്മുടെ സ്കില്ലാണ്. സോ അങ്ങനെയുള്ള ബിസിനസ്സുകൾ നിങ്ങൾക്ക് ഏതൊക്കെ അറിയാം? ഫോർ എക്സാമ്പിൾ നമ്മുടെ അടുത്തൊരു ഡോക്ടർ ക്ലിനിക്ക് ഇടുന്നു, ആ ഡോക്ടർ ക്ലിനിക്ക് ഇട്ടു സമ്മതിച്ചു, അവിടെ ആൾക്കാർ ചെല്ലുന്നത് എന്തുകൊണ്ടാണ്, അയാൾ നല്ലൊരു ഡോക്ടറാണെന്ന് ഒരു ഗുഡ് വിൽ അയാൾക്കുള്ളതുകൊണ്ടാണ്, അല്ലെങ്കിൽ നമ്മൾ പറയും കൈപ്പുണ്യമുള്ള ഡോക്ടറാണെന്ന് പറയും അല്ലേ. സോ ആ കൈപ്പുണ്യമുള്ള ഒരു ഡോക്ടർ ആയതുകൊണ്ടാണ് അയാളുടെ അടുത്തേക്ക് ആൾക്കാർ ചെല്ലുന്നത്. സോ ആ ബിസിനസ് വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ ആ ബിസിനസ്സിന്റെ മെയിൻ അസറ്റ് എന്ന് പറയുന്നത് എന്താ, ആ വ്യക്തിയുടെ സ്കില്ല് അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ ആണ്. അതേപോലെ തന്നെ നഴ്സസ്, ഡെന്റിസ്റ്റ്, ആ ഡെന്റിസ്റ്റിന്റെ ഒക്കെ അടുത്ത് നമ്മൾ എന്തുകൊണ്ടാണ് നമ്മൾ ചെല്ലുന്നത്, അയാളുടെ സ്കില്ല് റെപ്യൂട്ടേഷൻ അതുകൊണ്ട് തന്നെയാണ്. അക്കൗണ്ടിങ്, ആക്ച്വൽ സയൻസ്, പെർഫോമിംഗ് ആർട്സ്, എന്തുകൊണ്ട് ഒരു പാട്ടുകാരന് ചില പാട്ടുകാർക്ക് ലക്ഷങ്ങൾ കൊടുക്കുന്നു, ചില പാട്ടുകാർക്ക് 10,000 ശമ്പളം കൊടുക്കുന്നത്, എന്തുകൊണ്ടാണ്? ഇറ്റ്സ് ബേസിക്കലി ബേസ്ഡ് അപ്പോൺ ഹിസ് സ്കിൽ ഓർ റെപ്യൂട്ടേഷൻ. അതേപോലെ തന്നെ ആക്ടേഴ്സ്, നമുക്കറിയാം ചില ആക്ടേഴ്സിന് എന്താണ് 1 കോടി ആയിരിക്കും ശമ്പളം, ചിലർക്ക് 10 ലക്ഷം ആയിരിക്കും. ദാറ്റ് ഈസ് സ്പെസിഫൈഡ് ട്രേഡ് ഓർ ബിസിനസ്.
ദെൻ അത്ലറ്റിക്സ്, കോച്ചസ്, അതായത് ചില കോച്ചുകൾക്ക് നമ്മൾ കൂടുതൽ വരുമാനം ഉണ്ടാകും, ചിലർക്ക് കുറവായിരിക്കും വരുമാനം. സി എക്ക് എന്ന് നിങ്ങൾ നോക്കിയാൽ ചാർട്ടേഡ് അക്കൗണ്ടൻസിന് ചിലർക്ക് കൂടുതലായിരിക്കും വരുമാനം, ചിലർക്ക് കുറവായിരിക്കും വരുമാനം. ദാറ്റ് ഈസ് ബേസിക്കലി ബേസ്ഡ് അപ്പോൺ ദെയർ സ്കിൽ ആൻഡ് റെപ്യൂട്ടേഷൻ. സോ ഏതൊരു ബിസിനസ്സിലാണോ ഏതൊരു ട്രേഡിലാണോ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളുടെ സ്കിൽ ആൻഡ് റെപ്യൂട്ടേഷൻ മെയിൻ അസറ്റ് ആയിട്ടുള്ളത്, അതിനെ നമ്മൾ സ്പെസിഫൈഡ് ട്രേഡ് ഓർ ബിസിനസ് എന്ന് പറയും. അതിൽ ഫിനാൻഷ്യൽ സർവീസസ് ഉണ്ടാവും, അഡ്വൈസേഴ്സ്, വക്കീലന്മാർ, അതായത് നമ്മുടെ അറ്റോർണീസ്, ഇവരെല്ലാം വർക്ക് ചെയ്യുന്നത് അവരുടെ സ്പെസിഫിക് ട്രേഡ് ഓർ ബിസിനസ് അല്ലെങ്കിൽ അവരുടെ സ്കിൽ സെറ്റ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ അവരുടെ റെപ്യൂട്ടേഷൻ വെച്ചിട്ടാണ്. ഇപ്പോൾ അധ്യാപകരുടെ കാര്യം തന്നെ നോക്കൂ. നിങ്ങളിപ്പോൾ ചില കോഴ്സസിന് ഒരു സ്പെസിഫിക് ആളുടെ വീഡിയോ സെർച്ച് ചെയ്യുന്നു. എന്തുകൊണ്ടാണ്? ഇറ്റ്സ് ബേസ്ഡ് ഓൺ ഹിസ് റെപ്യൂട്ടേഷൻ ഓർ സ്കിൽ. ദാറ്റ് ഈസ് സ്പെസിഫൈഡ് സർവീസ് ട്രേഡ് ഓർ ബിസിനസ്. ഇനി സ്പെസിഫൈഡ് ട്രേഡ് ഓർ സർവീസ് ട്രേഡ് ഓർ ബിസിനസ് SSTBയിൽ വരാത്ത കുറച്ച് ഐറ്റങ്ങളുണ്ട്. ആർക്കിടെക്ട്സ്, എഞ്ചിനീയേഴ്സ്, റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ്, ഇൻഷുറൻസ് ഏജൻസ്, ഇവരൊന്നും SSTBയിൽ ഇൻക്ലൂഡഡ് ആവില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി. ഒരു ആർക്കിടെക്റ്റിനെ നല്ല ആർക്കിടെക്റ്റ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് എന്താണ്? Is it his skills or reputation? No, it's based upon his products. അവർ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പ്രൊഡക്ട്സിന്റെ ബേസിസിലാണ് ഒരു ആർക്കിടെക്ട് നല്ലതാണോ ചീത്തയാണോ എന്ന് തീരുമാനിക്കുന്നത്. എഞ്ചിനീയേഴ്സ് ബേസ്ഡ് അപ്പോൺ ദെയർ എക്സിക്യൂട്ടഡ് പ്ലാൻസ്, അവർ എക്സിക്യൂട്ട് ചെയ്ത പ്ലാൻ അനുസരിച്ചാണ് അവർ നല്ല എഞ്ചിനീയർ ആണോ അല്ലയോ. റിയൽ എസ്റ്റേറ്റ് ബ്രോക്കേഴ്സ് അവരുടെ കയ്യിലുള്ള പ്രൊഡക്ട്സ്, അതായത് അവരുടെ കയ്യിലുള്ള അസറ്റ്സിന്റെ അനുസരിച്ചാണ് അവർ വിൽക്കുന്നതും വാങ്ങുന്നതുമായിട്ടുള്ള ട്രാൻസാക്ഷൻ നടത്തുന്ന റിയൽ അസറ്റ്സിന്റെ ബേസിസിലാണ് ഒരു ബ്രോക്കർ നല്ലതാണോ ചീത്തയാണോ എന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. ഇൻഷുറൻസ് ഏജൻസിന്റെ ഭയങ്കര വാക്ചാതുര്യമാണെങ്കിൽ പോലും അവരുടെ കയ്യിലിരിക്കുന്നത് ഒരു വലിയ ഗുണമില്ലാത്ത ഒരു പോളിസി ആണെങ്കിൽ ആരെങ്കിലും മേടിക്കുമോ? അല്ല. പക്ഷെ അവിടെ എന്താ സംഭവിക്കുന്നത്? ആ പ്രൊഡക്റ്റിന്റെ വാല്യൂ വരുന്നുണ്ട്. ആ പ്രൊഡക്റ്റിനെയാണ് ശരിക്കും അവരുടെ ബിസിനസിന്റെ മെയിൻ ഐറ്റം അല്ലെങ്കിൽ മെയിൻ അസറ്റ് ആയിട്ട് മാറുന്നത്. സോ ഒരു പ്രൊഡക്റ്റ് ആണ് ഒരു ബിസിനസിന്റെ മെയിൻ അസറ്റ് എങ്കിൽ അതെന്താണ്? ക്വാളിഫൈഡ് ട്രേഡ് ഓർ ബിസിനസ് ആണ്. ഒരു സ്കിൽ അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ ആണ് ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളുടെ സ്കിൽ ആൻഡ് റെപ്യൂട്ടേഷൻ ആണ് ഒരു ബിസിനസിന്റെ മെയിൻ അസറ്റ് എങ്കിൽ അതിനെ നമ്മൾ സ്പെസിഫൈഡ് സർവീസ് ട്രേഡ്സ് ഓർ ബിസിനസ് എന്ന് പറയും, SSTB. സോ മക്കളെ, നമ്മൾ പറഞ്ഞു QBID കിട്ടുന്നത് QTBയിൽ നിന്നോ SSTBയിൽ നിന്നോ വരുന്ന വരുമാനത്തിനാണ് നമുക്ക് എന്ത് കിട്ടുക? QBID, ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം ഡിഡക്ഷൻ കിട്ടുക. SSTB നമ്മൾ പറഞ്ഞു ഏതൊരു ബിസിനസ്സിലാണോ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ ഒരു കൂട്ടം വ്യക്തികളുടെ സ്കിൽ അല്ലെങ്കിൽ റെപ്യൂട്ടേഷൻ മെയിൻ അസറ്റ് ആയിട്ടുള്ളത് അതിനെ നമ്മൾ SSTB എന്ന് പറയും. ഈ SSTB അല്ലാത്ത എല്ലാ ബിസിനസ്സിനെയും നമ്മൾ എന്ത് പറയും? QTB, ക്വാളിഫൈഡ് ട്രേഡ് ഓർ ബിസിനസ് എന്ന് പറയും. അതായത് SSTB അല്ലാത്ത എല്ലാ ബിസിനസ്സുകളെയും QTB. എനി പാസ് ത്രൂ ബിസിനസ് ദാറ്റ് ഈസ് നോട്ട് എ സ്പെസിഫൈഡ് സർവീസ് ട്രേഡ് ഓർ ബിസിനസ് ഈസ് കൺസിഡേർഡ് ആസ് QTB, ക്വാളിഫൈഡ് ട്രേഡ് ഓർ ബിസിനസ്. ക്വാളിഫൈഡ് ട്രേഡ് ഓർ ബിസിനസ്സിൽ മെയിൻ കമ്പോണന്റ് അല്ലെങ്കിൽ മെയിൻ അസറ്റ് എന്ന് പറയുന്ന അവർ ഡീൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് ആയിരിക്കും. സോ ദാറ്റ് ഈസ് QTB. SSTB അല്ലാത്ത എല്ലാ പാസ് ത്രൂ എൻറ്റിറ്റീസിനെയും നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്നത് ക്വാളിഫൈഡ് ട്രേഡ്സ് ഓർ ബിസിനസ് എന്നാണ്. സോ QTBയിൽ അംഗമായിട്ടുള്ളവർക്കോ അല്ലെങ്കിൽ QTB ഓൺ ചെയ്യുന്നവർക്കോ SSTBയിൽ അംഗമായിട്ടുള്ളവർക്കോ SSTB ഓൺ ചെയ്യുന്നവർക്കോ ആണ് QBID, ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം ഡിഡക്ഷൻ കിട്ടുക. ഇനി how QBID is calculated? എങ്ങനെയാണ് ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം ഡിഡക്ഷൻ കാൽക്കുലേറ്റ് ചെയ്യുക? സോ QBID is 20% of qualified business income. ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം എത്രയാണോ അതിൻ്റെ 20% നമുക്ക് കിട്ടുന്ന QBID. ഇനി ഈ 20%-ന് again we'll have a limit. Limit is by lower of 20% of QBI or 20% of taxable income minus net capital gain. So മക്കളെ, ഇവിടെ എന്താ നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം എത്രയാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. ഹൗ മച്ച് ഈസ് ദ QBI ഫ്രം ദ ബിസിനസ് നമ്മൾ കണ്ടുപിടിക്കണം. അതിൻ്റെ 20% നമ്മൾ എടുക്കണം. We will get an amount. അതിനുശേഷം what you have to do is you have to calculate the taxable income minus net capital gains of the taxpayer, multiply it with 20%. ഒരു ടാക്സ് പെയർ, അതായത് ആ റിസീവ് ചെയ്യുന്ന ടാക്സ് പെയർ ടാക്സബിൾ ഇൻകം മൈനസ് നെറ്റ് ക്യാപിറ്റൽ ഗെയിൻ ഒരു എമൗണ്ട് കിട്ടും. ആ എമൗണ്ടിനെ 20% വെച്ച് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. ഇതിൽ ലോവർ എമൗണ്ട് എത്രയാണോ ആ ലോവർ എമൗണ്ട് ആയിരിക്കും നമുക്ക് കിട്ടുന്ന QBID, ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം ഡിഡക്ഷൻ എന്ന് പറയുന്നത്. സോ ഇൻ നോർമൽ കേസസ് ഇത്രയൊന്നും നിങ്ങളെ കോംപ്ലിക്കേറ്റഡ് ആക്കാറില്ല. ഡയറക്ട്ലി ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം തരും, അതിൻ്റെ 20% കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ യു വിൽ ബി ഗെറ്റിംഗ് QBID, നിങ്ങൾക്ക് ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം ഡിഡക്ഷൻ കിട്ടും. സോ എന്നാലും by law, qualified business income deduction is the lower amount of 20% of QBI or 20% of taxable income of taxpayer minus net capital gain of the taxpayer. അതിൻ്റെ 20% ഏതാണോ ചെറിയ എമൗണ്ട് അതായിരിക്കും ഒരു വ്യക്തിക്ക് കിട്ടുന്ന QBID എന്ന് പറയുന്നത്.
മക്കളെ, ഫോർ എക്സാമ്പിൾ, ഒരു വ്യക്തിയുടെ ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം എന്ന് പറയുന്നത് 1,00,000 അതിൻ്റെ 20% എന്ന് പറയുന്ന 20,000 ആണല്ലോ ആ വ്യക്തിക്ക് കിട്ടുന്ന QBID, ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം ഡിഡക്ഷൻ. ചില സാഹചര്യങ്ങളിൽ ഈ 20,000 മൊത്തമായിട്ട് കിട്ടില്ല. ആ കിട്ടാത്ത സാഹചര്യം എന്ന് പറയുന്നത് സിംഗിൾ ആയിട്ടൊരു ടാക്സ് പെയർ ആണെങ്കിൽ, സിംഗിൾ എന്ന് പറഞ്ഞാൽ ഒറ്റയ്ക്ക് ടാക്സ് അടയ്ക്കുന്ന വ്യക്തികൾ, HOH, സിംഗിൾ, അതായത് നമ്മൾ നോർമൽ സിംഗിൾ ഫയലിംഗ് സ്റ്റാറ്റസ് ഉള്ളവർ, ഇവരെയെല്ലാം നമ്മൾ സിംഗിൾ ടാക്സ് പേയേഴ്സ് എന്ന് പറയും. പിന്നെ അല്ലെങ്കിൽ നമുക്കുള്ളത് മാരീഡ് ടാക്സ് പേയേഴ്സ്, അതായത് മാരീഡ് ഫയലിംഗ് ജോയിൻ്റ്ലി എന്നൊക്കെയുള്ള മാരീഡ് ടാക്സ് പേയേഴ്സ്. സോ സിംഗിൾ ആയിട്ടൊരു ഇൻഡിവിജ്വൽ ആണെങ്കിൽ ആ വ്യക്തിയുടെ ടാക്സബിൾ ഇൻകം 1,82,100 താഴെയാണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് ബിലോ 1,82,100, ഇയാൾക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ട് ഇല്ലേ, 20,000 QBID ഇല്ലേ, ആ 20,000 QBIDയുടെ 20,000 മൊത്തം ആ വ്യക്തിക്ക് എന്തായിട്ട് കാണിക്കാം, QBID ആയിട്ട് കാണിക്കാം. ഇനി ആ വ്യക്തിയുടെ ഇൻകം 2,32,100 മുകളിലാണെങ്കിൽ, ഇഫ് ഇറ്റ് ഈസ് എബവ് 2,32,100, ഇയാൾക്ക് കിട്ടിയിരിക്കുന്ന, ഈ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന 20,000 ഇല്ലേ, അതിൽ ഒരു എമൗണ്ട് പോലും അയാൾക്ക് QBID ആയിട്ട് കാണിക്കാൻ പറ്റില്ല. ഇയാൾക്ക് കിട്ടുന്ന QBID 0 ആയിരിക്കും. അതായത് ഒരു ലെവലിന് മുകളിലാണ് ഇൻകം എങ്കിൽ അയാൾക്ക് കിട്ടുന്ന QBID 0 ആയിരിക്കും. ഒരു ലെവലിന് താഴെയാണെങ്കിൽ അയാൾക്ക് എത്രയാണോ കാൽക്കുലേറ്റ് ചെയ്ത് വന്നിരിക്കുന്ന QBID, അത് ടോട്ടൽ നമുക്ക് 1040 QBID ആയിട്ട് കാണിക്കാനായിട്ട് സാധിക്കും. ഇനി ഇതിനിടയ്ക്കാണ് ഇയാളുടെ ഇൻകം വരുന്നുണ്ടെങ്കിൽ വിൽ ബി പെർഫോമിംഗ് ഫേസ് ഔട്ട് പ്രൊസീജിയർ. എങ്ങനെ ചെയ്യും നമുക്ക് നോക്കാം വിത്ത് ആൻ എക്സാമ്പിൾ. സോ മക്കളെ, നമ്മൾ പറഞ്ഞു 1,82,100 താഴെയാണെങ്കിൽ എത്രയാണോ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്ന QBID, അതായത് 20,000 നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടി, ആ ടോട്ടൽ എമൗണ്ട് നമുക്ക് QBID ആയിട്ട് കാണിക്കാം, 1040 കാണിക്കാം. ഇനി 2,32,100 മുകളിൽ പോയി കഴിഞ്ഞാൽ 1040 എത്ര കാണിക്കാൻ പറ്റുള്ളൂ, 0 QBID ആയിട്ട് കാണിക്കാൻ പറ്റുള്ളൂ. ഇനി ഇതിൻ്റെ ഇടയ്ക്ക് വരുന്നു എന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ വിൽ ബി പെർഫോമിംഗ് ഫേസ് ഔട്ട് പ്രൊസീജിയർ. മക്കളെ, ഫേസ് ഔട്ട് പ്രൊസീജിയർ എന്ന് പറയുന്നത് കുറേ ഇതിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഒത്തിരി കാൽക്കുലേഷനിൽ ഫേസ് ഔട്ട് പ്രൊസീജിയർ ഉണ്ട്. എല്ലാത്തിൻ്റെ ഇക്വേഷൻ സെയിം ആണ്. അതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എമൗണ്ട്, ദാറ്റ് ഈസ് സ്പെസിഫിക് എമൗണ്ട്, മൾട്ടിപ്ലൈഡ് ബൈ യുവർ ഇൻകം, ദാറ്റ് ഈസ് എന്താണോ AGE ആണോ അല്ലെങ്കിൽ നിങ്ങളുടെ ടാക്സബിൾ ഇൻകം ആണോ, ആ ഒരു ഇൻകം മൈനസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. ഇതാണ് ഇക്വേഷൻ. എമൗണ്ട് മൾട്ടിപ്ലൈഡ് ബൈ ഇൻകം, AGE ആയിരിക്കാം ചില സാഹചര്യങ്ങളിൽ, ചില സാഹചര്യത്തിൽ ടാക്സബിൾ ഇൻകം ആയിരിക്കാം, മൈനസ് ലോവർ ലിമിറ്റ് ഡിവൈഡഡ് ബൈ അപ്പർ ലിമിറ്റ് മൈനസ് ലോവർ ലിമിറ്റ്. സോ ഈ ഒരു കേസിൽ നമ്മൾ ടാക്സബിൾ ഇൻകം 2 lakh ആണെന്ന് വിചാരിക്കുക. 2 lakh ആണെങ്കിൽ what happens, our amount is 20,000. 20,000 multiplied by 2 lakhs minus 1,82,100 divided by 2,32,100 minus 1,82,100. സോ ഈ ഒരു എമൗണ്ട് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തെടുക്കുക. കാൽക്കുലേറ്റർ ഇല്ലാണ്ട് ഒരു രക്ഷയില്ല. സോ ലെറ്റ്സ് സി. 2 lakh minus 1,82,100, that is 7,900 divided by 2,32,100 minus 1,82,100, that is 50,000 multiplied by 20,000. So 20,000, 17,900 divided by 50,000 multiplied by 20,000, you will get an amount that is 7,160 ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന എമൗണ്ട്. 7,160. ഈ 7,160 എന്ന് പറയുന്ന ഫേസ് ഔട്ട് എമൗണ്ട് ആണ്. സോ വി കാൽക്കുലേറ്റ് ആസ് 7,160. ആ 7,160 ഞാൻ എഴുതുകയാണേ. 7,160. So we calculated the amount as 7,160. 7,160 എന്ന് പറയുന്നത് ഫേസ് ഔട്ട് എമൗണ്ട് ആണ്. ഫേസ് ഔട്ട് എമൗണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന എമൗണ്ടിൽ നിന്ന് കുറയ്ക്കേണ്ട എമൗണ്ട് ആണ്. സോ 20,000 ആണ് നമുക്ക് കാൽക്കുലേറ്റഡ് എമൗണ്ട് കിട്ടിയത്. അതിൽ നിന്ന് 7,160 കുറയ്ക്കുക. യു വിൽ ബി ഗെറ്റിംഗ് 20,000 minus 7,160, that is 12,840 ആയിരിക്കും ആ വ്യക്തിക്ക് കിട്ടുന്ന QBID, ക്വാളിഫൈഡ് ബിസിനസ് ഇൻകം ഡിഡക്ഷൻ എന്ന് പറയുന്നത് 12,840 ആയിരിക്കും. ഇനി ഇതേ കേസ് തന്നെ ഞാനൊരു MFGയുടെ കേസിൽ കാണിച്ചു തരാം, സോ ദാറ്റ് യു വിൽ അണ്ടർസ്റ്റാൻഡ്. മക്കളെ, നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നമുക്ക് QBID കാൽക്കുലേറ്റ് ചെയ്ത് 20% കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 20,000 കിട്ടി. പക്ഷേ ആ വ്യക്തിയുടെ MFG ആണ്, ആ വ്യക്തികളുടെ ഇൻകം 3,64,200 4,64,200 ഇടയിലാണ് വരുന്നത്. സോ അപ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. സോ വാട്ട് യു ഹാവ് ടു ഡു, ഒരു എമൗണ്ട് ലെറ്റ്സ് അസ്യൂം 4 lakhs എടുക്കുക. ഈ വ്യക്തികളുടെ ടാക്സബിൾ ഇൻകം 4 lakhs ആണ്. സോ എമൗണ്ട് ഈസ് 20,000 മൾട്ടിപ്ലൈഡ് ബൈ 4 lakhs മൈനസ്
3,64,200, that is the lower limit. ഒരു പൂജ്യം കൂടി പോയി അല്ലേ. Divided by 4,64,200 minus 3,64,200. So എത്ര വരും? 4 lakhs minus 3,64,200. You'll be getting 35,800 divided by 1 lakh multiplied by 20,000. So 35,800 divided by 1 lakh, 35,800 divided by 1 lakh multiplied by 20,000, 7,000. ഇത് 7,160. ഓർ എന്തൊരു അത്ഭുതം. 7,160 ആണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഫേസ് ഔട്ട് എമൗണ്ട് കിട്ടുന്നത്. സോ ഫേസ് ഔട്ട് എമൗണ്ട് 7,160. 7,160. 7,160. So face out amount is 7,160. So നമുക്ക് കിട്ടുന്ന QBID എത്രയായിരിക്കും? 20,000 minus 7,160. 20,000 minus 7,160. 12,840 ആയിരിക്കും. So this is QBID, Qualified Business Income Deduction. Thank you all. So നമുക്ക് ഒരു വീഡിയോ കൂടി ഉണ്ട്. There we will try to answer certain questions of QBID. QBID യുടെ കുറച്ച് questions നമ്മൾ ആൻസർ ചെയ്യാനായിട്ട് നോക്കും. Thank you.